ഹലോ, വെൽക്കം ടു മൈ ക്ലാസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു ഡു ഡസ്. സിംഗുലർ സബ്ജക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം, പ്ലൂറൽ സബ്ജക്റ്റ് എങ്ങനെ ഉപയോഗിക്കാം. അത് മാത്രമല്ല നമ്മൾ പഠിച്ചു ആണെന്ന് പഠിച്ചിരുന്നു. ചെയ്യുകയാണ് അല്ലെങ്കിൽ ഞാനാണ്, ചെയ്യാറുണ്ട് എന്ന് പഠിച്ചു. നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത് ചെയ്തു, കഴിഞ്ഞു പോയ കാര്യം. തൊട്ട് മുന്നേ ആണെങ്കിലും വിത്തിൻ ഒരു മിനിറ്റ് മുൻപാണെങ്കിലും പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞു പോയതാണ്. ഓക്കെ, ഒരു മിനിറ്റ് മുന്നേ ചെയ്തതാണെങ്കിലും കഴിഞ്ഞു പോയതേ പറയുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞു പോയ കാര്യങ്ങളെ എങ്ങനെ പറയാം എന്നുള്ളതാണ്. ഓക്കെ, ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നു കഴിഞ്ഞു പോയത്. ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവിടെ നമ്മൾ ഡു ഡസ് നോക്കി, നമ്മൾ സ്ഥിരം ചെയ്യുന്ന കാര്യം ഡു ഡസ് അല്ലെ, ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. അതുപോലെ വർഷത്തിൽ ഒരു പ്രാവശ്യം ഓണം ആഘോഷിക്കാറുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ ആ പ്രസന്റില് പറയുള്ളൂ, നമ്മൾ സ്ഥിരം ആഘോഷിക്കാറുള്ളതല്ലേ. ഇത് കഴിഞ്ഞ വർഷം ആഘോഷിച്ചു, കുറച്ചു മുൻപ് ചെയ്തു എന്നല്ലേ നമ്മൾ പറയുന്ന സമയത്ത് ആ പാസ്റ്റ് മാത്രമേ പറയുള്ളൂ. കുറച്ചു മുൻപ് വന്നു, കുറച്ചു മുൻപ് പോയി, ഞാൻ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു, ഞാൻ ഇന്ന് പത്രം വായിച്ചു, ഞാൻ ഇന്ന് കുറേ ചിരിച്ചു, കുറേ സംസാരിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞൊക്കെ കഴിഞ്ഞു പോയതാണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞു പോയത് വരിക എന്ന് പറയുമ്പോ കം എന്ന് പറഞ്ഞാല്, ദെൻ വന്നു എന്ന് പറയുമ്പോ എങ്ങനെയായിരിക്കും? കമ്മിന്റെ സെക്കൻഡ് ഫോം ആണ് കെയും. കം കെയും, കം പറഞ്ഞാൽ വരാറുണ്ട്, കെയും പറഞ്ഞാൽ വന്നു. അതുപോലെ സി എന്ന് പറഞ്ഞാൽ കാണുക, സോ എന്ന് പറഞ്ഞാൽ കണ്ടു. സി സോ സീയിങ്, കം കെയും കം. The next one write. Write means എഴുതുക. Wrote എഴുതി. Write, wrote, written. Write, wrote, written. Read, read, read. അങ്ങനെ ഒരു വെർബിനെ ഇങ്ങനെ 3-4 വിധത്തിൽ നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ നമ്മളിത് നോക്കാൻ പോകുന്നത് സെക്കൻഡ് ഫോം, കഴിഞ്ഞു പോയത് പറയാൻ വേണ്ടിയിട്ട്. കം, അതിന്റെ സെക്കൻഡ് ഫോം കഴിഞ്ഞു പോയതാണ് കെയും. ഐ കം ഹിയർ എവറി ഡേ, നമ്മൾ നോക്കിയല്ലേ, എല്ലാ ദിവസവും ഇവിടെ വരാറുണ്ട്. ഐ കെയിം ഹിയർ യെസ്റ്റർഡേ, ഞാൻ ഇന്നലെ ഇവിടെ വന്നു. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായില്ലേ? കം പറഞ്ഞാൽ വരാറുണ്ട്, കെയും പറഞ്ഞാല് വന്നു, ഞാൻ ഇന്നലെ വന്നു. ഐ കെയിം ഹിയർ യെസ്റ്റർഡേ, കുറച്ചു മുൻപ് വന്നു, അവിടെയും കെയും ആണ്. കുറച്ചു മുൻപാണെങ്കിലും ഇന്നലെ ആണെങ്കിലും കഴിഞ്ഞ ആഴ്ചയാണെങ്കിലും കഴിഞ്ഞ മാസമാണെങ്കിലും കഴിഞ്ഞ വർഷമാണെങ്കിലും എല്ലാം കഴിഞ്ഞു പോയതാണ്. അവിടെ നമ്മൾ സെക്കൻഡ് ഫോം മാത്രമേ ഉപയോഗിക്കൂ. ദെൻ സീ, ഞാൻ ദിവസവും അവളെ കാണാറുണ്ട്. ഐ സീ ഹർ, ഞാൻ അവളെ കാണാറുണ്ട്. ഇവിടെ ഇന്നലെ കണ്ടു, ഐ സോ ഹർ യെസ്റ്റർഡേ. ഇവിടെ നമ്മളിപ്പോ നോക്കി പ്ലൂറൽ സബ്ജക്റ്റ് ഐ വെച്ചിട്ടാണ്. ഇനി നീ ആണെങ്കിലും നമ്മൾ ഉപയോഗിച്ച ഏതാണ്? യു കം ഹിയർ എവറി ഡേ, നിങ്ങൾ ഇവിടെ എല്ലാ ദിവസവും വരാറുണ്ട്. അവിടെ നിങ്ങൾ വന്നു എന്ന് പറയുമ്പോഴും നമ്മൾ യു കെയും ഹിയർ യെസ്റ്റർഡേ, ഇന്നലെ നിങ്ങൾ ഇവിടെ വന്നു. ഓക്കെ, അതുപോലെ യു സീ, നിങ്ങൾ കാണാറുണ്ട്. ഐ സി, ഞാൻ കാണാറുണ്ട്. യു സി, നിങ്ങൾ എന്നെ കാണാറുണ്ട്. അപ്പൊ നിങ്ങൾ എന്നെ ഇന്നലെ കണ്ടു, യു സോ മീ, നിങ്ങൾ എന്നെ കണ്ടു. ഞാൻ നിങ്ങളെ കണ്ടു, ഐ സോ യു. സീ ദ ഡിഫറൻസ്. അതായത് കഴിഞ്ഞു പോയത് വരുമ്പോ സെക്കൻഡ് ഫോം, സ്ഥിരം ചെയ്യാനുള്ള വരുമ്പോ ഫസ്റ്റ് ഫോം. ഇതിങ്ങനെ ഓർത്തിരിക്കണം. സ്ഥിരം ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോൾ വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് ഉപയോഗിക്കുക എന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല. ഓക്കെ, ദ നെക്സ്റ്റ് റൈറ്റ്. അവൾ എഴുതാറുണ്ട്. നമ്മൾ എങ്ങനെ പറഞ്ഞ ഷീ റൈറ്റ്സ് അല്ലെ. സിംഗിൾ സബ്ജക്റ്റ് വരുമ്പോ നമ്മൾ പഠിച്ചില്ലേ, വെർബിനോടുകൂടെ എസ് ചേർക്കണമെന്ന് പഠിച്ചല്ലോ. രാമു വായിക്കാറുണ്ട്. രാമു റീഡ്സ്, നമ്മൾ നോക്കിയതാണ്. രാമു റീഡ്സ്. അപ്പൊ ഇവിടെ ഐ റീഡ് എന്ന് പറഞ്ഞു, രാമു റീഡ് എന്ന് പറഞ്ഞു, യു റീഡ് എന്ന് പറഞ്ഞു, ഷീ റീഡ്സ് എന്ന് പറഞ്ഞു. സീ ദ ഡിഫറൻസ്.
സിംഗുലർ സബ്ജക്റ്റ് ഷീയും രാമല വർമ്മ വെർബിനോട് എസ് ചേർത്തു, മറ്റേ ചേർത്തില്ല. ഇനി ഇത് കഴിഞ്ഞു പോയത് പറയുമ്പോൾ അവിടെ there is no difference between subjects. സബ്ജക്റ്റ് തമ്മിലൊരു വ്യത്യാസമില്ല. അതായത് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിലും പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിലും ഈ സെക്കൻഡ് ഫോം വെച്ച് മാത്രമേ പറയുള്ളൂ. കഴിഞ്ഞു പോയതല്ല. കഴിഞ്ഞു പോയത് നോക്കുമ്പോ സിംഗുലർ ആണെന്നോ പ്ലൂറൽ ആണെന്നോ നോക്കണ്ട, ഈ സെക്കൻഡ് ഫോം. അവൻ വന്നു, he came. he came വരാറുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ നോക്കി he comes. അവൻ വന്നു, he came. then ഞാൻ കണ്ടു, I saw. അവൻ കണ്ടു, he saw. ഞാൻ എഴുതി, I wrote. അല്ലെങ്കിൽ നിങ്ങൾ എഴുതി, you wrote. അവൻ എഴുതി, he wrote. See? then അവൻ സംസാരിച്ചു, അവൻ ഇന്നലെ എന്നോട് സംസാരിച്ചു. പറഞ്ഞു നോക്കുക എങ്ങനെയായിരിക്കുന്ന. അവൻ ഇന്നലെ എന്നോട് സംസാരിച്ചു. he spoke. എങ്ങനെയാണ് പറഞ്ഞ he spoke. അവൻ സംസാരിച്ചു. then play. അവൻ ഫുട്ബോൾ കളിച്ചു. he played. he played. നമ്മൾ നോട്ട് എവിടെ ചേർക്കാന്ന് പഠിച്ചല്ലോ. നോട്ട് ചേർക്കുക ഡൂവിനോടുകൂടിയും ഡസിനോടുകൂടിയും നോട്ട് ചേർത്തിട്ടാണ് നമ്മൾ നെഗറ്റീവായിട്ട് ആൻസർ പറഞ്ഞത്. ക്വസ്റ്റ്യൻ ചോദിക്കാനും ഡൂവും ഡസും വെച്ചിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്. നെഗറ്റീവായിട്ട് ആൻസർ പറയാനും ഡൂവിനോടും ഡസിനോടും കൂടെ നോട്ട് ചേർത്ത് ആൻസർ പറഞ്ഞു. ഇവിടെ അതേപോലെ ചെയ്താൽ മതി. ഇവിടെ ഒന്നും നോക്കാനില്ല, സിംഗുലർ സബ്ജക്റ്റ് പ്ലൂറൽ സബ്ജക്റ്റ് ഒന്നും നോക്കാനില്ല. അവിടെ ഡിഡിനോടുകൂടെ നോട്ട് ചേർക്കുക. ഡിഡിനോടുകൂടെ നോട്ട് ചേർത്തിട്ട് ആൻസർ പറയാം. കഴിഞ്ഞു പോയത് ക്വസ്റ്റ്യൻ ചോദിക്കുക, ഡിഡ് വെച്ചിട്ട് തന്നെ ചോദിക്കൂ. നീ ഇന്നലെ നേരത്തെ എഴുന്നേറ്റോ? നീ ഇന്നലെ നേരത്തെ എഴുന്നേറ്റോ? ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ എന്താണ്? ഡിഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഡിഡ് യു വേക്ക് അപ്പ്? ഡിഡ് യു വേക്ക് അപ്പ് ഏർലി മോർണിംഗ്? അതിരാവിലെ എഴുന്നേറ്റോ? എപ്പോ? യെസ്റ്റർഡേ. ഇന്നലെ രാവിലെ നേരത്തെ എഴുന്നേറ്റോ? അവിടെ ഇന്നലെ നീ അവനെ കണ്ടോ? അവിടെ ഡിഡ് വെച്ചു. അതായത് കഴിഞ്ഞു പോയതാണ് ഈ ഡിഡ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് ആരെങ്കിലും ഇൻകേസ് നിങ്ങളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഡിഡ് വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചതെങ്കിൽ ഓർക്കുക ഇത് കഴിഞ്ഞു പോയതാണ് അദ്ദേഹം ചോദിച്ചത് എന്ന്. കഴിഞ്ഞു പോയ കാര്യം മാത്രം ഡിഡ് വെച്ച് ചോദിക്കൂ, മറക്കരുതത്. കഴിഞ്ഞു പോയ കാര്യം ഡിഡ് വെച്ചിട്ട് ചോദിക്കാം. സ്ഥിരം കാണാറുണ്ടോ ചോദിക്കുമ്പോൾ ഡൂവും ഡസും വെച്ചിട്ട്, ചെയ്യുകയാണോ ചോദിക്കുമ്പോ ആർ വെച്ചിട്ട്, കഴിയോന്ന് ചോദിക്കുമ്പോ കാൻ വെച്ചിട്ട്. ഒരു വെർബ് എടുത്ത് നമുക്ക് ഇത്രയും പറ്റും പറയാനായിട്ട്. ഡു യു കം ഹിയർ എവറി ഡേ? നിങ്ങൾ ഇവിടെ വരാറുണ്ടോ? ആർ യു കമ്മിങ്? നിങ്ങൾ വരികയാണോ? കാൻ യു കം? കാൻ യു കം? നിങ്ങൾക്ക് വരാൻ കഴിയുമോ? ഇവിടെ ഡിഡ് യു കം? വന്നു. നമ്മൾ ഇത്രയും നോക്കിയില്ലേ, ഇതെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം നമുക്ക്. അത് മനസ്സിലായില്ലേ? ഡിഡ് വെച്ചിട്ട് കഴിഞ്ഞു പോയ കാര്യം ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇനി ഡിഡ് വെച്ചിട്ട് നെഗറ്റീവായിട്ട് എങ്ങനെ ആൻസർ പറയാൻ നോക്കാം. ഞാൻ ഇന്നലെ കളിച്ചില്ല. പ്ലേഡ്. ഐ പ്ലേഡ്, ഞാൻ കളിച്ചു. അല്ലെങ്കിൽ ഹി പ്ലേഡ്, അവൻ കളിച്ചു. ഇന്നലെ കളിച്ചില്ല, സമയം കിട്ടിയില്ല കളിക്കാനായിട്ട്. അപ്പൊ എങ്ങനെ പറയാം? ഹൗ കാൻ? ഇന്നലെ ഞാൻ കളിച്ചില്ല. ഇന്നലെ കളിച്ചില്ല നോക്കുമ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞു പോയത് നെഗറ്റീവായിട്ട് പറയുമ്പോ ഈ ഡിഡിനോടുകൂടെ നോട്ട് ചേർക്കുക. ഡിഡിനോടുകൂടെ നോട്ട് ചേർക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിഡിനോടുകൂടെ നോട്ട് ചേർത്തിട്ട് പിന്നെ ഈ സെക്കൻഡ് ഫോം പറയാൻ പാടില്ല. അതായത് കെയും സോ റോട്ട് സ്പോക്ക് പ്ലേഡ് ഇത് പറയാൻ പാടില്ല. ഈ ഡിഡിന് ശേഷം എപ്പോഴും വെർബിന്റെ ഈ ഫസ്റ്റ് ഫോം വെച്ച് പറയുള്ളൂ. ഇന്നലെ നീ വന്നോ? ഡിഡ് യു കം? ഡിഡ് യു കം ഹിയർ യെസ്റ്റർഡേ? ഇന്നലെ നിങ്ങൾ ഇവിടെ വന്നോ? നോ എന്ന് പറയുമ്പോൾ നോ, ഐ ഡിഡ് നോട്ട് കം. ഐ ഡിഡ് നോട്ട് കം ഹിയർ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ വന്നില്ല. സീ ദ ഡിഫറൻസ്. അതായത് ഡു, ഡസ്, ഡിഡ്. ഡു, ഡസ്, ഡിഡ്. ഈ മൂന്നിന് ശേഷവും വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ വരുള്ളൂ.
ഡോയിന് ശേഷം വെർബിന്റെ ഫസ്റ്റ് ഫോം മാത്രമേ വരുള്ളൂ. ഡു ഡസ് മനസ്സിലായല്ലോ. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് ഡിഡ് കഴിഞ്ഞു പോയത് ഡിഡ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കഴിഞ്ഞു പോയതാണെന്ന് ഓർക്കുക. കഴിഞ്ഞു പോയത് ആൻസർ പറയുമ്പോൾ സെക്കൻഡ് ഫോം വെച്ച് ആൻസർ പറയാം. നെഗറ്റീവ് ആണ് പറയുന്നെങ്കിൽ ഡിഡിനോടുകൂടെ നോട്ട് ചേർക്കുക, വെർബിന്റെ ഫസ്റ്റ് ഫോം ചേർത്ത് ആൻസർ പറയാം. ഇതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞ ക്ലാസ് കുറച്ച് ടഫ് ആയിരിക്കും, ശ്രദ്ധിക്കുക. പല പ്രാവശ്യം കാണുക, പല പ്രാവശ്യം കേൾക്കുക, പല പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഡിഡ് മനസ്സിലായല്ലോ. എന്തിനാ ഉപയോഗിക്കാന്ന്? കഴിഞ്ഞു പോയ കാര്യം പറയാൻ ഡിഡിന് പകരം വരുന്ന ഓരോ സെക്കൻഡ് ഫോമുകളും ആൻസർ പറയാൻ ഉപയോഗിക്കുന്നു. ഡിഡിന് തന്നെ നമ്മൾ എഴുതിയിട്ടുണ്ട് കെയും, സോ, റോഷ്, സ്പോക്ക്, പ്ലേഡ്. ഇത് ഇത്രയും ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ഒരുപാടുണ്ട്. സെലിബ്രേറ്റഡ്, എൻജോയ്ഡ്, ട്രൈഡ്, സ്പോക്ക്, പിന്നെ ഡ്രൈവ് ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം ഡ്രോവ്, then paint, painted, then sing, sing അങ്ങനെ ആയിരിക്കും പറയുക, പാട്ട് പാടുക. sing, sang, sung. അത് ചിലത് അങ്ങനെ റെഗുലർ വെർബ് വരുന്നുണ്ട്. sing, sang, sung. swim, swam, നീന്താറുണ്ട്. swim നീന്താറുണ്ട്, swam നീന്തി. dance, danced. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ഫോം നമ്മൾ കുറച്ച് അറിയണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കുറച്ച് വെർബൊക്കെ നോക്കാം. ഇപ്പൊ നമുക്ക് 4, 5 നോക്കിയിട്ടുണ്ട്. ഇത് വെച്ച് അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ഡിഡ് യു കം വിത്ത് മീ? എന്നോടൊപ്പം വന്നോ. ഡിഡ് യു ഗോ വിത്ത് ഹിം? ഞാൻ അവനോടൊപ്പം പോയോ. ഡിഡ് യു കംപ്ലീറ്റ് യുവർ വർക്ക്സ്? നിന്റെ എല്ലാ ജോലികളും കഴിഞ്ഞോ. ഓക്കെ, ഇത് നമ്മൾ ചെയ്തത് എന്താണ്? കഴിഞ്ഞു പോയത് എന്താണ്? ഡിഡ്. വീണ്ടും വീണ്ടും പറയണ കഴിഞ്ഞു പോയ കാര്യം പറയുമ്പോൾ ഡിഡിന് പകരം വരുന്ന ഓരോ സെക്കൻഡ് ഫോമുകളും ഉപയോഗിക്കാം. കഴിഞ്ഞു പോയതാണ് ക്വസ്റ്റ്യൻ, ഡിഡ് വെച്ച് ചോദിക്കുക. സ്ഥിരം ചെയ്യുന്ന ഡു ഡസ് വെച്ച് ചോദിക്കുന്നു. ഡിഡ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആൻസർ പറയേണ്ടത് സെക്കൻഡ് ഫോം വെച്ചിട്ടാണെന്ന് മാത്രം. നെഗറ്റീവ് ആണെങ്കിൽ ഡിഡിനോടുകൂടെ നോട്ട് ചേർക്കുക, വെർബിന്റെ ഫസ്റ്റ് ഫോം വെച്ച് ആൻസർ പറയാം. ഓക്കെ, ക്ലിയർ ആയല്ലോ. പ്രാക്ടീസ് ചെയ്യാൻ പറയുന്നുണ്ട്. അത് പല പ്രാവശ്യം വാച്ച് ചെയ്യുക, അപ്പൊ തനിക്ക് മനസ്സിലായിക്കോളും. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പ്രാക്ടീസ് നമ്മൾ ഏതൊരു കാര്യം അങ്ങനെ തന്നെയാണ്. നമുക്ക് ആദ്യം ഒന്നും അറിയില്ല, രണ്ടാമത് ചെയ്ത് തെറ്റ് വരും, മൂന്നാമത് ചെയ്ത് തെറ്റ് വരും. അങ്ങനെ കുറെ പ്രാവശ്യം ചെയ്യുമ്പോഴാണ് ശരിയായിട്ട് വരിക. ഓക്കെ, താങ്ക് യു ഫോർ ഹിയറിംഗ് മീ.